നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പാകിസ്ഥാനി താരം ഇപ്പോൾ UK അറസ്റ്റിലായിരിക്കുകയാണ്. റേപ്പ് കേസാണ്. റേപ്പ് കേസുമായി ബന്ധപ്പെട്ട അലിഗേഷൻ വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇത് PCB കൺഫേം ചെയ്തിട്ടുണ്ട്. താരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. മറ്റാരുമല്ല, പാകിസ്ഥാൻ ബാറ്റർ ഹൈദർ അലിയാണ് മാഞ്ചസ്റ്ററിൽ ഇപ്പോൾ ഈ ഒരു കേസിൽപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. പാകിസ്ഥാൻ ഷഹീൻസിൻ്റെ ടൂർ ഓഫ് ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ഉള്ളത്. സ്ക്വാഡിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഷഹീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെ ഇംഗ്ലണ്ട് ലയൺസ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ സെക്കൻഡറി ടീമാണ്. ആ ടീമിൻ്റെ പര്യടനത്തിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24-കാരനായിട്ടുള്ള താരത്തിനെതിരെ ആരോപണം വന്നു. ആരോപണം വന്നപ്പോൾ PCB അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായിട്ട് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് തരത്തിലുള്ള അറസ്റ്റാണ്, ഇങ്ങനെയുള്ള വിശദ വിവരങ്ങൾ PCB അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നില്ല. PCB പറയുന്നത് ഇങ്ങനെയാണ്: ദി PCB ഫുള്ളി റെസ്പെക്ട്സ് ദി ലീഗൽ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം ആൻഡ് അക്നോളജസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അലവിങ് ദി ഇൻവെസ്റ്റിഗേഷൻ ടു റൺസ് ഇറ്റ്സ് ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. എന്തായാലും PCB ഇപ്പം ഡിസൈഡഡ് ടു പ്ലേസ് ഹൈദർ അലി അണ്ടർ പ്രൊവിഷണൽ സസ്പെൻഷൻ എഫക്റ്റീവ് ഇമ്മീഡിയറ്റ്ലി പെൻഡിങ് ദി ഔട്ട്കം ഓഫ് ദി ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് PCB അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ മാഞ്ചസ്റ്ററിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാഞ്ചസ്റ്റർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു സംഭവം ഉണ്ടായി എന്നാരോപിക്കപ്പെടുന്നത് ബുധനാഴ്ച 23 ജൂലൈ 2025 അറ്റ് എ പ്രിമൈസ് ഇൻ മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയെ ഇപ്പോൾ ബെയിൽ നൽകിയിട്ടുണ്ട്. ജാമ്യത്തിലാണുള്ളത്. ഫർദർ എൻക്വയറീസ് നടക്കും എന്നുകൂടി പോലീസ് അറിയിക്കുന്നു. ഹൈദർ അലിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് വേണ്ടി 35 T20 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ 2020 2 അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ബാറ്ററായിട്ട് കണക്കാക്കിയിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ ആ രൂപത്തിലേക്ക് പിന്നീടങ്ങ് വളർന്നു പോയതുമില്ല. മാത്രമല്ല, COVID-19 പ്രോട്ടോക്കോൾ ലംഘിച്ചതിന് അദ്ദേഹത്തിനെതിരെ നടപടി നേരത്തെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് 2021 അബുദാബിയിൽ നടക്കുമ്പോൾ അങ്ങനെ ലംഘിച്ചതിന് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നു, സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇത്തരമൊരു സസ്പെൻഷൻ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.